നമസ്കാരം. വോട്ടേഴ്സ് ചോയ്സ് 2024 പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ മഹാരാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമ്പറ മുഴങ്ങുമ്പോൾ ഇങ്ങ് കൊച്ചു കേരളത്തിലിരുന്ന് നാം ഏവരും ഉറ്റുനോക്കുകയാണ് നമ്മുടെ നാട്ടിൽ നിന്നും ഇന്ത്യൻ പാർലമെന്റിലേക്ക് ആരൊക്കെയാണ് എത്തുക എന്ന്, ഏത് മുന്നണിക്കാണ് മേൽക്കൈ ലഭിക്കുക എന്ന് പരിശോധിക്കാം. വോട്ടേഴ്സ് ചോയ്സ് 2024 ഇന്ന് നമ്മോടൊപ്പം വിശിഷ്ടാതിഥിയായി ചേരുന്നു രാഷ്ട്രീയ നിരൂപകൻ ഫക്രുദ്ദീൻ അലി. ഒപ്പം കേരള കൗമുദി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് PH സനൽകുമാർ. ഇന്ന് നമുക്ക് മലപ്പുറം മണ്ഡലത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. മുസ്ലിം ലീഗിൻ്റെ കോട്ട. എതിരാളി ആരായാലും ജയം ലീഗിന് തന്നെയായിരിക്കും. അതാണ് ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒന്നൊഴികെയുള്ളതിൻ്റെ ഫലം പറയുന്നത്. ഉപതെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ 19-ൽ 18-ലും ജയം ലീഗിനായിരുന്നു. ഇക്കുറിയും അതിൽ വ്യത്യാസമൊന്നും വരാൻ സാധ്യത കാണുന്നില്ല. പരിശോധിക്കാം മലപ്പുറം മണ്ഡലത്തിലെ ഉള്ളറകളെക്കുറിച്ച്. ശ്രീ ഫക്രുദ്ദീൻ, എന്താണ് നമുക്ക് മലപ്പുറത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു UDFന് അല്ലെങ്കിൽ ലീഗിന് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മണ്ഡലം എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. എനിക്ക് മണ്ഡലം മലപ്പുറം തന്നെ വേണം എന്ന് ലീഗിലെ ഓരോ നേതാവും പറയാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെ ആയിരിക്കില്ലേ? നമ്മൾ ഈ വയനാട്ടിനെ പറ്റി പറഞ്ഞത് സീതാ സ്വയംവരല്ലേ, ഇത് രുക്മിണി സ്വയംവര. അവിടെ ലീഗിൻ്റെ ഏത് സ്ഥാനാർത്ഥി ജയിച്ചു, കോണി എപ്പം ജയിച്ചു എന്ന് ചോദിച്ചാൽ മതി. ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുള്ളൂ. കാരണം എനിക്കൊന്നുമില്ല, കേരളത്തിൽ വേറെ ഏതെങ്കിലും ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ ആ മണ്ഡലത്തിലുള്ള എല്ലാ നിയമസഭാ നിയോജക മണ്ഡലങ്ങളും ഒരു പാർട്ടി തന്നെ കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന്, പെരിന്തൽമണ്ണ, മങ്കട, കൊണ്ടോട്ടി, മഞ്ചേരി എല്ലാം ലീഗിൻ്റെ മണ്ഡലങ്ങളാണ്. അതിൽ ഈ മങ്കടയാണ് മുമ്പ് അലി അപ്പുറത്ത് പോയ സമയത്ത് ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്ന ഒരു പ്രദേശം. അവിടെ ലീഗ് മുനീർ സാഹിബ് തോൽക്കുണ്ടായി, അവിടെ മജീദും തോൽക്കുന്നുണ്ടായി. രണ്ടും തോറ്റത് അലീനോടാണ്. അലി CPM-ലെ, അലി ഇപ്പം ലീഗിൻ്റെ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് വിട്ടേക്ക്. പെരിന്തൽമണ്ണയാണ് വേറെ ഒരു സീറ്റ്. അവിടെ നജീബ് ഇപ്പം ചെറിയ വോട്ടിനാണ് ജയിച്ചത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാവുന്ന ഒരു മണ്ഡലമാണ്. നജീബിന് അങ്ങനെ ഒരു ക്ലോസ് ഫൈറ്റ് വരാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ലീഗാനെ തന്നെ പിടിച്ചാണ് പെയിൻ്റ് അടിച്ചിട്ട് അവിടെ സ്ഥാനാർത്ഥിയാക്കി വെച്ചിരിക്കുന്നത്. ലീഗിൻ്റെ ജില്ലാ നേതാവായിരുന്ന ഒരാളാണ്. സീറ്റ് കിട്ടാത്തതുകൊണ്ട് അയാൾ പുറത്തു പോയി, അയാൾ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയും ജയിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും കൺസോൾ ലീഗിൻ്റെ ഒരു ഹാർട്ട്ലാൻഡാണ്. അവിടെ ഒരു തവണ ഈ പറഞ്ഞ ജയിച്ചു തന്ന അംസക്ക ജയിച്ചതല്ലേ, അന്ന് മണ്ഡലം വേറെ ആയിരുന്നു. അന്ന് നമ്മൾ ഇന്നിപ്പം പറയുന്ന പല ലീഗിൻ്റെ ഉരുക്കുകോട്ടകളും അന്ന് പൊന്നാനിയായിരുന്നു ഉരുക്കുകോട്ട. ഈ പൊന്നാനിയുടെ അവസ്ഥയിലായിരുന്നു അന്ന് മഞ്ചേരിക്ക്. ഇന്നിപ്പോൾ മലപ്പുറം ആയതിനു ശേഷം ഇതിൻ്റെ സ്ഥിതി എന്ന് വെച്ചാൽ അവിടെ ലീഗിൻ്റെ ആരും എങ്ങനെ നിന്നാലും കൂളായിട്ട് അവിടെ മണ്ഡലത്തിൽ പോയിട്ടില്ലെങ്കിൽ പോലും ജയിക്കുന്ന സാധനം വരാത്ത പോലെയൊക്കെ ജയിക്കില്ലായിരുന്നു. 1,00,000-ന് അപ്പുറമാണ് എപ്പോഴും ഭൂരിപക്ഷം 50% വോട്ട് കിട്ടും. അത് പക്ഷേ വെറുതെ അല്ല കേട്ടോ, വെറുതെ അങ്ങോട്ട് ഇപ്പം നമ്മുടെ പാർട്ടി നീതി വോട്ട് ചെയ്യുന്നൊന്നും അല്ല. ലീഗ് അവിടെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് ഇത്രയും ഈ പണ്ട് ഈ തിരുവിതാംകൂറിനൊക്കെ എന്തുകൊണ്ടാണ് തെക്കന്മാരെ കണ്ടാൽ തല്ലിക്കൊള്ളണമെന്ന് മലബാർ ഒരു ചൊല്ലു വന്നത്? അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ പണ്ട് മലബാറിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വിദ്യാഭ്യാസ ആളുകൾ കുറവായിരുന്നു. ഈ 50s 60s ആ ഒരു കാലഘട്ടത്തിൽ. അന്ന് ഇവിടെയുള്ള ആളുകൾക്ക് കൂടെ ഇവിടെയിലെ മോഹൻലാലിനെയൊക്കെ പോലെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വ്യാജ സർട്ടിഫിക്കറ്റൊക്കെ ഒപ്പിക്കും. ഇവരവിടെ പോകും. ഈ പോയ രണ്ട് കൂട്ടരും, ഒന്ന് പിള്ളമാരും, അവർ ഭയങ്കര പിള്ളമാരും ചേട്ടന്മാരെ ക്രിസ്ത്യാനികൾ. ഇവർക്ക് എന്ന് വെച്ചാൽ ഈ ആധുനിക വിദ്യാഭ്യാസം കിട്ടിയതുകൊണ്ട് ഇവർ കുറച്ചുകൂടി കാര്യങ്ങൾ സെൽഫിഷാണ്. ആധുനിക വിദ്യാഭ്യാസമാണ് നമ്മളെ കൂടുതൽ സെൽഫിഷ് ആക്കിയത്. മുമ്പായിരുന്നു നമ്മൾ ഇത്ര സെൽഫിഷ് ആവില്ലായിരുന്നു. അവിടെ അവന്മാർ അന്ന് ഫ്യൂഡലാണ്, ഞങ്ങളെ ആൾക്കാർ ഫ്യൂഡലാണ്, അവർക്ക് ആധുനിക വിദ്യാഭ്യാസം കിട്ടി. ഇപ്പം നമ്മുടെ ആളുകളും മാറി, അവരും സെൽഫിഷൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവരവിടെ പോയ സമയത്ത് ഇവർക്ക് വിവരമില്ലാതെ ഇവർക്ക് ആധുനിക നിയമങ്ങൾ കൃത്യമായിട്ട് അറിയാം. സ്കൂൾ മാഷായി പോയാൽ അടുത്ത സ്ഥലമൊക്കെ അവർ ചുളിവിളക്ക് മേടിച്ചെടുക്കും, അല്ലെങ്കിൽ സ്കൂൾ തന്നെ പഠിച്ചെടുക്കും. അങ്ങനെയാണ് തെക്കനെ തല്ലിക്കൊള്ളുക എന്നുള്ള ഒരു സംഭവം അവിടെ വന്നത്. ആ മലബാറിപ്പം ഭയങ്കരമായിട്ട് മാറി. എസ്പെഷ്യലി മലപ്പുറം ഹിൽ റേഞ്ചസ് ആണ് അധികം വണ്ടികൾ. അവിടെയൊക്കെ തന്നെ ഈ ഗൾഫ് പണത്തിൻ്റെ സ്വാധീനം, വലിയ ലീഗ് 60കൾ തൊട്ട് തന്നെ കേരളത്തിലെ പ്രധാന മന്ത്രിസഭകളെല്ലാം പൊതുമരാമത്ത്, തദ്ദേശ സ്വയംഭരണം, വിദ്യാഭ്യാസം, ഈ വകുപ്പുകൾ അവർ ചോദിച്ചു മേടിക്കുകയായിരുന്നു. അവർക്ക് ആഭ്യന്തരത്തിലല്ലേ എപ്പോഴും ഒരിക്കലും CH കൈകാര്യം ചെയ്തല്ല. ആഭ്യന്തരം അവർക്ക് വലിയ പ്രശ്നമൊന്നുമല്ല, അവിടെ വലിയ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവാറില്ല. അവർക്ക് ഈ വകുപ്പുകളാണ് വേണ്ടത്, അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാനുള്ളത്. അങ്ങനെ അവിടുത്തെ റോഡുകളല്ലാതെ നാഷണൽ ഹൈവേ പോലെയാണ്. എവിടെയും റോഡ് പോകും, എവിടെയും റോഡ് നല്ല ടാർഗറ്റ് റോഡുണ്ട്. അപ്പം അവിടെ വികസനം എത്തിച്ചു, ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു, പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നു. അങ്ങനെ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കി ലീഗ് പ്രധാനപ്പെട്ട ഒരു പങ്കാളി. അവര് വിദേശത്തേക്ക് പോയാൽ പോലും ഈ ലീഗിന്റെ പ്രവർത്തകർ അതാണ്. അത് ഞാൻ നേരത്തെ മണ്ഡലത്തിൽ പറഞ്ഞില്ലേ നിങ്ങൾക്ക്,
ഈ ക്രിസ്ത്യൻ മലബാറിലുള്ള ക്രിസ്ത്യാനികൾ എങ്ങനെ സഭകളുമായിട്ട് ബന്ധപ്പെട്ടത്. കാരണം ആ പള്ളിയിൽ അച്ഛനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്, അവരുടെ കുടിയേറ്റം ഉൾപ്പെടെ. അതുപോലെ ലീഗാണ് ഈ ഗൾഫ് കൊണ്ടുപോകുന്നത്, ലീഗാണ് അവിടെ ജോലി മേടിച്ചു കൊടുക്കുന്നത്, അവിടെ പ്രശ്നം വന്നാൽ ഊരി കൊടുക്കുന്ന ലീഗാണ്, നാട്ടിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യം പറയുന്നത് ലീഗാണ്, വീട് വെച്ച് കൊടുക്കാനുള്ള സൗകര്യം ചെയ്യുന്ന ലീഗാണ്, എല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ലീഗാണ്. കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പറഞ്ഞ ഈ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വോട്ടർമാരെ വോട്ട് ചെയ്യിക്കുന്നതും ഈ ലീഗാണ്. അവിടെ ലീഗ് അത് മാത്രമല്ല, അവിടെ എസ്പെഷ്യലി ഹിന്ദുസായിട്ട് വളരെ നല്ല ബന്ധമാണ്. അവിടെ പല ഹിന്ദു കുടുംബത്തിലുള്ള പയ്യന്മാരെ ഭൂപരിഷ്കരണം വന്നപ്പോൾ ഒന്നുമല്ലാതെ കുടുംബങ്ങളെ പയ്യന്മാർ ഇവർ പലരും മുസ്ലിങ്ങൾ അവിടെ അവരുടെ ആശ്രിതരായിരുന്നു. ഇവർ രക്ഷപ്പെട്ട സമയത്ത് അന്ന് ഇവർ കഷ്ടപ്പെടുകയാണ്. ഇവരെ പലരെയും കൊണ്ടുപോയി അവിടെ രക്ഷപ്പെടുത്തിയത് പിന്നെ അവിടെയുള്ള മുസ്ലിംസാണ്, പിന്നെ ഈ പറയുന്ന ലീഗുമായിട്ട് ബന്ധപ്പെട്ട മുസ്ലിംസാണ്. ഗൾഫ് പണം ഇതിനെ പിന്നെ ഫെസിലിറ്റേറ്റ് ചെയ്തു. ആ ഫെസിലിറ്റേറ്റ് ചെയ്തതിന് സംരക്ഷണം കൊടുക്കാനും ദിശാബോധം നൽകാനും ആർക്ക് പറ്റി? ലീഗിന് പറ്റി. അതുകൊണ്ടാണ് ആളുകൾ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ലീഗ് നമ്മളുടെ ആളല്ലെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് കുത്തുന്നതല്ല. അതുകൊണ്ടാണ് ഇപ്പോഴും പല ഭാഗത്തും മുസ്ലിംസിൻ്റെ ഇടയിൽ CPM-ലേക്ക് ആളുകൾ പോകുന്നുണ്ടെങ്കിലും മലപ്പുറത്ത് താരതമ്യേന കുറവാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എൻ ബ്ലോക്കായിട്ട് പോകാത്ത എന്തുകൊണ്ടാണ്? CPM-ലേക്ക് അവരിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ മുസ്ലിമിനെ സംരക്ഷിക്കുന്ന ഒരു ലിമിറ്റുണ്ട്. അത് ഹിന്ദു സംരക്ഷിക്കും. അത് CPM ആയതുകൊണ്ടൊന്നല്ല. CPM മഹാഭൂരിപക്ഷം ഈഴവന്മാരും നായന്മാരും ദളിതന്മാരും ഒക്കെയാണ്. അവർ ഹിന്ദുക്കളാണ്. അപ്പോൾ ഒരു ഹിന്ദുവിനാണ് കൂടുതൽ നന്നായി സംരക്ഷിക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ പിന്നിലെ പക്കാ ലോജിക്ക്. ഇതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. പക്ഷേ മലപ്പുറത്ത് അതും കുറവാണ്. കാരണം അവർ ഡെലിവർ ചെയ്തു എന്നുള്ള. നരേന്ദ്രമോദി എങ്ങനെയാണ് ഗുജറാത്തിൽ വലിയൊരു പരിധി വരെ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞത് തെറ്റാണ്. നരേന്ദ്രമോദി വന്നതിന് ശേഷം അവിടെ സോഷ്യൽ ഇൻഡൈസസിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ അതിൽ നന്നായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട് മലപ്പുറത്ത് ലീഗ്. അതുകൊണ്ടാണ് ഈ ഒരു ഓർഗനൈസേഷൻ എന്ന നിലയിൽ ലീഗ് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ പിന്നെ മലപ്പുറം ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഒരു മുസ്ലിമിൻ്റെ ഒരു ഡോമിനേഷൻ അവിടെ ഇല്ലാതാക്കണമെന്ന് അല്ലെങ്കിൽ കുറക്കണം എന്നവർ വിചാരിക്കുകയും അതിനുവേണ്ടി പല പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയും ഓരോ ഇലക്ഷനും ഇതിൻ്റെ ഒരു പരീക്ഷണ വേദിയാണ്. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ ഇവരെല്ലാവരും സൃഷ്ടിക്കുന്നത് ഒരിനം ഭയമാണ്. അതായത് മോഡിയൊക്കെ വരുന്നു, RSSൻ്റെ അത് വരുന്നു, ഹിന്ദു രാഷ്ട്രം വരുന്നു, അത് ഒരു സമുദായത്തിൻ്റെ ഇടയിൽ ഒരു ഭയം ഉണ്ടാക്കുന്നു. അതേസമയം ഈ മുസ്ലിം ലീഗ് വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഭയത്തേക്കാൾ കൂടുതൽ ഒരു പ്രതിരോധം സൃഷ്ടിക്കാനാണ്. ഈ പ്രതിരോധവും ഭയവും വളർച്ചയും പ്രതിരോധം പിന്നെ ഇതും രണ്ടും രണ്ടാണ്. ഭയം എന്ന് പറയുന്ന ഒരു വർഗീയതയാകുമ്പോൾ പ്രതിരോധം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ മാർഗ്ഗമാണ്, പോസിറ്റീവാണ്. അപ്പോൾ മുസ്ലിം ലീഗ് അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്താണ് ഈ ഭയം സൃഷ്ടിച്ച് അവിടെ ഒരു വർഗീയതയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഇതുണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതായിരിക്കും ഈ ഇതുപോലുള്ള ഇലക്ഷനിൽ ഇത്തവണ കൂടുതൽ കരുത്ത് കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം 2 പ്രധാന വിഷയങ്ങൾ അടുത്ത് കേരളത്തിലുണ്ടായത്. അതിൽ ഒന്ന് ഹമാസുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് രാമക്ഷേത്രത്തിന് ഉദ്ഘാടനത്തിന് പോകണമെന്ന്. ഈ വിഷയത്തിൽ രണ്ടിലും കൃത്യമായിട്ട് നിലപാടെടുത്ത ആളാണ് ഞാൻ. ആദ്യ ഘട്ടം തൊട്ടേ ഹമാസിനെ കൃത്യമായി തള്ളിപ്പോയും പാലസ്തീൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ രാമക്ഷേത്രം ഉദ്ഘാടനത്തിന് പോകണം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. കാരണം രാമക്ഷേത്രം ഉണ്ടാക്കിയത് RSS പള്ളി പൊളിച്ചിട്ടാണെങ്കിൽ അത് കോടതി വിധി അനുസരിച്ചിട്ടാണ്, റൂൾ ഓഫ് ലോയുടെ ഭാഗമാണ്. ഫൈനലി കോടതിയുടെ ജഡ്ജ്മെൻറ്റ് വന്നാൽ ഞാൻ നിങ്ങളൊക്കെ അത് എന്താ പറയുക ശിരസ വഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ ഇല്ല. റൂൾ ഓഫ് ലോ അല്ലേ ഇവിടെ ഹിന്ദു ഇല്ല മുസ്ലിമും ഇല്ല. ഇവിടെ പിന്നെ എന്താണ് അയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ ജംഗിൾ രാജ് എന്നുള്ള അവസ്ഥയായിരിക്കും. അപ്പോൾ ഞാനിത് പറഞ്ഞ ആദ്യം ഈ 2 നിലപാടെടുത്ത സമയത്ത് ആദ്യം എതിർപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ അവസാനം ലീഗിൻ്റെയും സംസ്ഥയുടെ നിലപാട് വന്നില്ല. അതിൽ ഞാൻ പറഞ്ഞു തന്നെയാണ് അതൊരു വലിയ തങ്ങൾ പറയണ്ടായി, ജഫ്രി തങ്ങൾ ഇത് തന്നെ പറയണ്ടായി. ഇതാണ് ഇപ്പോൾ ലീഗ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. മുമ്പ് ലീഗ് ഇത് ഈ പറഞ്ഞ പോലെ കത്തിക്കാൻ നോക്കുന്നില്ല. അതെ, ലീഗ് എപ്പോഴും പിന്നെ മലബാറിൽ മുസ്ലിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി. ഇന്ത്യയിലെ വർഗീയതയുടെ ചരിത്രം എങ്ങനെയാണ്? ഉത്തരേന്ത്യയിൽ എന്തുകൊണ്ടാണ് കലാപങ്ങൾ ഉണ്ടാകുന്നത്? ഉത്തരേന്ത്യയിലും ഇസ്ലാം വന്നത് മുഹമ്മദ് നബിയിലൂടെ അല്ല. ഉത്തരേന്ത്യയിൽ ഇസ്ലാം വന്നത് ഇസ്ലാം തുർക്കിയിലേക്ക് പോവുകയും അഫ്ഗാനിസ്ഥാനിലേക്ക് പോവുകയും അവിടെയുള്ള ഈ പറയുന്ന ലോക്കൽ ട്രൈബ്സ് ഇസ്ലാം മതം സ്വീകരിക്കുകയും അവരാണ് ഈ പറയുന്ന പിന്നെ ഗസ്നി പിന്നെ സോമനാഥ് ക്ഷേത്രം തകർത്ത ഗസ്നി, ഇവിടെ പൃഥ്വിരാജിനെ കൊന്ന ഗോറിയൊക്കെ അവിവാദപ്പെട്ട ആളുകളാണ്. അവർ ഇവിടെ എത്തിയെന്ന് വെച്ചാൽ ഈ പ്രവാചകന് ശേഷം 400 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. കേരളത്തിലെ മുസ്ലിങ്ങളെ വിശ്വാസം അനുസരിച്ച് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് പ്രവാചകൻ്റെ കുടുംബത്തിൽപ്പെട്ട ആൾ കച്ചവടത്തിന് വന്ന ആളുകളാണ് ഇവിടെ ഇസ്ലാം മതം കൊണ്ടുവന്നത്. അത് വളരെ സമാധാനപരമായിട്ട് ഇവിടെയുള്ള രാജാവാണ് അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് മതം മാറി മക്കയിലേക്ക് പോകുന്നത്. ആ രാജാവിൻ്റെ ബന്ധുക്കളാണ് ഇവിടെ പ്രധാനപ്പെട്ട ഇസ്ലാമിക കുടുംബങ്ങളായി മാറിയത്. പിന്നെ പ്രവാചകൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ. ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാരും മുസ്ലിങ്ങളും തമ്മിൽ വളരെ അടുത്ത റിലേഷൻഷിപ്പായി ഒരു പ്രശ്നം, എസ്പെഷ്യലി മലബാർ ഭാഗത്ത്. ഇത് തന്നെ മുസ്ലിങ്ങളായിട്ട് മാത്രമല്ല ജൂതന്മാരായിട്ട് നമുക്കങ്ങനെ, അതാണ് ജൂതശാസനം 9-ാം നൂറ്റാണ്ടിലെ 10-ാം നൂറ്റാണ്ടിലെ 9-ാം നൂറ്റാണ്ടിലെ സിറിയൻ ക്രിസ്ത്യൻ പ്ലേറ്റ്, ഇവരുടെയൊക്കെ നമ്മളെ റിലേഷൻഷിപ്പ് അതാ വളരെ സമാധാനപരമായിട്ട്. കാരണം ഹിന്ദുക്കൾക്ക് കടൽ കടന്ന് കച്ചവടം ചെയ്യാൻ പറ്റില്ല, ജാതിയിൽ നിന്ന് പുറത്തായി പോകും.
അപ്പോൾ കടൽ ഏറ്റവും കൂടുതൽ അന്ന് ഇന്ന് പെട്രോളാണ് നമുക്ക് ആവശ്യമെങ്കിൽ അന്ന് കുരുമുളകായിരുന്നു യൂറോപ്പിന് ആവശ്യം ഉണ്ടായിരുന്നത്. കാരണം അവരുടെ ജീവിതം തന്നെ ഈ കുരുമുളകിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഈ മാംസം ശുദ്ധീകരിച്ച് വെക്കണം, ഈ പറയുന്ന തണുപ്പ് കാലത്ത് മൊത്തം സ്ലോട്ടർ ചെയ്യും. എന്നിട്ട് ഈ മാംസം കേടുകൂടാതെ സൂക്ഷിക്കണം എന്ത് വേണം? കുരുമുളക് വേണം. കുരുമുളക് അതിന് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതാണ് കറുത്ത പൊന്ന് എന്ന് വിളിക്കുന്നത്. അത് അന്വേഷിച്ചാണല്ലോ പോർച്ചുഗീസുകാരൊക്കെ ഇവിടെ വന്നത്. അപ്പോൾ ഈ കുരുമുളക് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്ത ഒരേ ഒരു സ്ഥലം ലോകത്ത് തന്നെ കേരളമാണ്. അതെ. അപ്പോൾ ഇത് നമ്മൾക്ക് ഹിന്ദുക്കൾക്ക് വൈശ്യന്മാർക്ക് പുറത്തുണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യുക? ഇവിടെയുള്ള ലോക്കൽ കച്ചവടക്കാരെന്ന് ഒന്ന് ചെട്ടിമാർ, വേറെ ഒന്ന് കൊങ്കിണി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഒരു ചെറിയൊരു വിഭാഗം. അത് പിന്നെയാണ് അവർ വരുന്നത് ഈഴവർ അല്ലെങ്കിൽ തീയന്മാർ. ഇവരായിരുന്നു കച്ചവടക്കാർ. അതാണ് നമ്മളെ മറ്റേ വിനയൻ്റെ സിനിമയിലൊക്കെ കാണിച്ചത്. അത് ഇവിടുത്തെ രാജാവിനെക്കാളും വലിയ പൈസക്കാരായിരുന്നു ഇവിടെയുള്ള ഈഴോപ്പമാണ് ഇവർ. പല അത് തന്നെയായിരുന്നു. നമുക്ക് പലരും അറിയാത്തൊരു കാര്യമാണത്. അപ്പോൾ ഇവരിത് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇവിടെ പിന്നെ ഒന്നീ കൊല്ലത്ത് അല്ലെങ്കിൽ കൊച്ചിയിൽ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പാണെങ്കിൽ കൊടുങ്ങല്ലൂർ ഈ തുറമുഖങ്ങളിലെത്തി, അല്ലെങ്കിൽ കോഴിക്കോട് തുറമുഖത്തെത്തി. ഇവിടുന്ന് ഒന്നുകിൽ മുസ്ലിം അറബ് വിഭാഗം, അല്ല അറബ് ക്രിസ്ത്യൻസ്, അല്ല അറബ് ജൂതന്മാരാണ് ഇത് മേടിച്ച് ഇൻ്റർനാഷണൽ മാർക്കറ്റ് എത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ഇക്കോണമി എന്ന് വെച്ചാൽ ഇങ്ങനെ വിവിധ മതവിഭാഗങ്ങളായി നിരന്തര സമാധാനപരമായിട്ട് ഇടപെട്ട ഇക്കോണമിയാണ്, പോളിറ്റിയാണ്. ആ ഒരു സംസ്കാരമാണ് മലബാറിൻ്റെ ഒരു സംസ്കാരം. ലീഗിന് ഈ ആധുനിക വന്നോട് കൂടിയിട്ടാണ് ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ഇവിടെ വന്നത്. പാൻ ഇന്ത്യൻ രാഷ്ട്രീയമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്നുള്ള ഫീല് വന്നത്. ഈ അവധി ലീഗിന് പറ്റിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആയിരുന്ന സമയത്ത്, അതായത് ജിന്നയുടെ മുസ്ലിം ലീഗ് ആയ സമയത്ത് ഇവർ പാകിസ്ഥാൻ പോലെ മാപ്പിളസ്ഥാൻ വേണമെന്ന് പറഞ്ഞ ആളുകളാണ്. എന്നാൽ അവിടെ ഞാൻ പറഞ്ഞത് ദേശീയവാദി മുസ്ലിങ്ങൾ വന്നത്. നേരത്തെ പറഞ്ഞ അബ്ദുൾ റഹ്മാൻ സാഹിബ്, മൊയ്ത് മൗലവി, അവരുടെ താഴത്തിലായിരുന്നു എൻ്റെ വല്യാപ്പയൊക്കെ വന്നിട്ടുള്ളത്. അന്ന് അവർ വലിയ പ്രശ്നങ്ങളാണ് നേരിട്ടത്. പക്ഷേ അവസാനം എന്താ, അവരാണ് ശരിയെന്ന് പിന്നെ ലീഗിന് മനസ്സിലായി. വിഭജനം കഴിഞ്ഞപ്പോൾ ജിന്നേനെ പോയി കണ്ടാൽ മൂപ്പര് വന്ന് നിങ്ങൾ ആ നാട്ടിലെ ആളുകളായിട്ട് ജീവിച്ചോളണം എന്നാണ്. പാവങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ ലീഗ് തിരിച്ചു വരും. അങ്ങനെയാണ് IUM ഉണ്ടാവുക. അതിനുശേഷം ലീഗ് എടുത്ത നിലപാടുകളെല്ലാം അത് ബാബറി മസ്ജിദ് പള്ളി തകർത്ത സമയത്താണ് ഇവിടെ പലരും ലീഗുകാരെ കത്തിക്കാൻ നോക്കിയതാണ്. ലീഗ് എടുത്ത നിലപാട്, തങ്ങളെടുത്ത നിലപാട് സെക്കുലറിസവുമായി ചേർന്ന് ഇപ്പം സാദിഖ് അലി തങ്ങൾ ഏറെ കിട്ടുന്നുണ്ടെങ്കിലും എടുത്ത നിലപാട്. എന്താണ് ഇപ്പോഴത്തെ ആ ഒരു പ്രശ്നം ലീഗിൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ അതോ പ്രശ്നം പരിഹരിക്കും? അല്ല, അത് ഈ ഇദ്ദേഹം പറഞ്ഞ പോലെ എടുത്തിയാട്ടക്കാരായ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ പലതും തോന്നും. അവർക്ക് ഈ ചരിത്രമൊന്നും അറിയില്ല. അവർ കാണുന്നത് ഈ പറയുന്നതിൻ്റെ സൗദി അറേബ്യയിലൊക്കെ ഉള്ളൊരു വലിയൊരു ഇസ്ലാം, ഉത്തരേന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിങ്ങൾ എന്നൊക്കെയാണ്. പക്ഷേ ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കാതെ അതിൻ്റേതായ ചരിത്രപരമായ കാരണങ്ങളുണ്ട്. സൗദി അറേബ്യയിൽ മുസ്ലിംസ് വലിയ സമ്പാദിക്കുന്നത് സൗദി അറേബ്യയിലാണ്, ഇവിടെ അല്ല. ഇവിടുത്തെ മുസ്ലിമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഈ പറയുന്ന സമാധാന അന്തരീക്ഷം ഉള്ളതുകൊണ്ടാണ്. ഇവിടെ RSSകാരുടെ ഉള്ളിൽ പോലും, മലയാളി RSSകാരുടെ ഉള്ളിൽ പോലും ഈ ഒരു സെക്യുലർ ചിന്താഗതി ഉണ്ട്. അത് നിങ്ങൾ മലപ്പുറത്തൊക്കെ പോയാൽ നിങ്ങൾ വളരെ കൃത്യമാണ്. ഇപ്പം ഞാൻ എൻ്റെ കുടുംബത്തിൽ ഏറ്റവും അടുത്ത ബന്ധമുള്ള RSSകാരായിട്ട് നിങ്ങൾ ഈ പറയുന്ന ഗോപാലൻകുട്ടി മാഷൊക്കെ എൻ്റെ വാപ്പാൻ്റെ അടുത്ത സുഹൃത്താണ്. RSSൻ്റെ ഏറ്റവും വലിയ ആളായിരുന്നല്ലോ അദ്ദേഹം. അപ്പോൾ ഞാനൊക്കെ കണ്ടു വളർന്ന RSSകാരൻ അങ്ങനെയല്ല. അപ്പോൾ നിന്നോട് പറഞ്ഞു നീ എന്താ RSS പറ്റി നല്ലത് പറയും. എൻ്റെ എക്സ്പീരിയൻസ് അതല്ല, RSSകാരുടെ സിദ്ധാന്തം പലതും അവർ പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ്? ഈ എക്സ്പീരിയൻസ് നശിപ്പിക്കാൻ ശ്രമിച്ച ആളാണ് മദിനി. ലീഗിന് സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഏറ്റവും വലിയ ഭീഷണി വന്നത് മദിനിയുടെ സമയത്ത്, ISI ഉണ്ടായ സമയത്ത് ജില്ലാ കൗൺസിലേക്ക് കടന്ന ഇലക്ഷൻ അന്ന് ലീഗ് മലപ്പുറത്ത് പരാജയപ്പെടുകയുണ്ടായി. പിന്നെ ഈ SDPI കഴിഞ്ഞ തവണ അവിടെ ദേശീയ നേതാവിനെ കൊണ്ട് മത്സരിപ്പിച്ച് കുറച്ച് വോട്ടും പിടിച്ചു. പക്ഷേ ഈ വോട്ടൊന്നും തന്നെ പരമ്പരാഗതമായിട്ടുള്ള മുസ്ലിം വോട്ടല്ല. ഈ യങ്സ്റ്റേഴ്സ്, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനത്തിൽപ്പെട്ട കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ട്, അവരുടെ വോട്ടാണ്. പക്ഷേ അവരെ നിലക്ക് നിർത്താൻ ഇന്നും ഈ ലീഗിന് പറ്റുന്നുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ആ ലീഗ് വലിയൊരു പ്രതിരോധമാണ് നമ്മുടെ നാട്ടിൽ. ഇപ്പം മുസ്ലിം ലീഗ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സംസ്ഥാന ഭരണത്തിലോ കേന്ദ്ര ഭരണത്തിലോ ഇല്ല. ഈ മുസ്ലിം ലീഗിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു സാമ്പത്തികമായ അടിത്തറ കൂടി ഉണ്ടായത്. അതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിലും ഈ സാമ്പത്തിക അധികാരങ്ങളും രാഷ്ട്രീയ അധികാരങ്ങളും നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിലും പിന്നെ സംസ്ഥാനത്തിലും അവർക്ക് യാതൊരു സ്വാധീനവും ഇല്ല. അല്ല, അവിടെയാണ് എങ്കിലും ഇല്ല. അല്ല, അതെ. അല്ല, അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ലീഗ് ഈ ലോക്സഭാ ഇലക്ഷനിൽ ഒരു 10 സീറ്റ് താഴെ UDF പോയാൽ ലീഗ് സ്വാഭാവികമായിട്ട് LDFൻ്റെ കൂടെ പോകും. കാരണം LDFനെ സംബന്ധിച്ച് ലീഗിന് പുതിയ കാര്യമൊന്നുമല്ല. ആദ്യമായിട്ട് ഒരു ഇടതുപക്ഷക്കാരനെ മന്ത്രിസഭയിലൊക്കെ എടുത്തത് EMS ആണ്. മലപ്പുറം ജില്ല ഉണ്ടാക്കി കൊടുത്തത് EMS ആണ്. അവർക്ക് അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ലീഗ് എന്ത് ചെയ്യുന്നത്? ഒന്നെങ്കിൽ ലീഗിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗം, അതല്ലെങ്കിൽ ലീഗ് എൻ ബ്ലോക്കായിട്ട് UDF വിടുകയും അവർക്ക് വേറെ നഷ്ടമൊന്നുമില്ല. സെക്കുലർ പാർട്ടിയാണ് രണ്ട്, CPMൻ്റെ കൂടെ പോവുകയും ചെയ്യും. അങ്ങനെ ലീഗിൻ്റെ ഐഡൻറ്റിറ്റി നിലനിർത്തും. ലീഗിനെ റീപ്ലേസ് ചെയ്യാൻ മുസ്ലിംസിൻ്റെ ഇടയിൽ മലബാറിൽ ലീഗിനെ റീപ്ലേസ് ചെയ്യാൻ CPMനാവില്ല. കാരണം ലീഗ് ഒരു കാര്യം, സെക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ സ്വീകരിക്കപ്പെടുന്ന പോലെ അല്ല CPM പറയാൻ സ്വീകരിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ലീഗിന് ഈ സമുദായത്തോട് ഒരു കരുതലുണ്ട്. അതൊരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റാണ്. അത് CPMന് ഉണ്ടാവണമെന്നില്ല. ആ CPM ഒരു വിഭാഗത്തിൻ്റെ മാത്രം പാർട്ടിയല്ല, കോൺഗ്രസ് ഒരു വിഭാഗത്തിൻ്റെ മാത്രം പാർട്ടിയല്ല. അപ്പോൾ മലബാറിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മലപ്പുറത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കും അത് അറിയാവുന്ന കാര്യമാണ്. ഈ ചെറുപ്പക്കാരൊക്കെ, ഞാനൊക്കെ എൻ്റെ ഈ നല്ല ഭാഗത്തിൽ എന്ത്
എന്ത് വലിയ വിപ്ലവകാരി നിഷേധിയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ഈ പറയുന്നതിനെ മുസ്ലിം നിഷേധിയായിരുന്നു, അതിശക്തനായ കമ്മ്യൂണിസ്റ്റ് തന്നെയായിരുന്നു, എല്ലാത്തിനും നിഷേധിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു ഏജ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്ത്യൻ റിയാലിറ്റിയെ കൂടുതൽ പഠിച്ച സമയത്ത്, കൂടുതൽ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മാറും. ഇപ്പോൾ ശിഹാബ് തങ്ങളൊക്കെ എന്നെ വിളിച്ചിട്ട്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മാറ്റം ശിഹാബ് തങ്ങൾ ഒരു ദിവസം ഞാൻ പരിചയപ്പെടുകയും റംസാൻ എന്നെ ഞാൻ ഡൽഹി പഠിക്കുമ്പോൾ വീട്ടിലേക്ക് വിളിക്കും, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ട്. അങ്ങനെ ലീഗ് നടത്തുന്ന ഇടപെടലുണ്ട്. അതിന് ലീഗായി തന്നെ നിൽക്കും. ലീഗായി തന്നെ നിൽക്കുന്നതാണ് മുസ്ലിംസിനും കേരളത്തിനും ഇവിടെയുള്ള ഹിന്ദുസിനും RSSനും ഒക്കെ. RSS ഇവിടെയുള്ള മുസ്ലിങ്ങളെ മൊത്തം മുക്കിക്കൊല്ലണം എന്നുള്ള അഭിപ്രായമൊന്നും അവർക്കില്ല. അത് ഇലക്ഷൻ സമയത്ത് അവർ ഇടുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മുഖ്യധാരനെ, മുഖ്യ ഹിന്ദു ലൈഫിനെ ബഹുമാനിച്ചുകൊണ്ട് നിൽക്കണം എന്നുള്ളത്. അത് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നത് വെച്ചാൽ നമ്മളെ സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺ ആക്കാനാണ് അവരുടെ പരിപാടി. നിങ്ങൾ മുമ്പ് അങ്ങനെ തന്നെ ഹിന്ദു രാജാവിൻ്റെ അണ്ടറിലെ സാമൂതിരിയുടെ അണ്ടറിലല്ലേ നിങ്ങൾ ജീവിച്ചിരുന്നത്. അത് നിങ്ങൾക്ക് എല്ലാ അവകാശവും. അവർ പറയുന്നത് അങ്ങനെയല്ല. ഇന്ത്യ ഭരിച്ചിരുന്നത് മുഗളന്മാരും മുസ്ലിം ഭരണാധികാരികളുമായിരുന്നു. ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം അത് പതുക്കെ ഹിന്ദു നേതാക്കളിലേക്ക് സ്വിച്ച് ഓവർ ചെയ്തേ ഉള്ളൂ. അപ്പം ആ സമയത്ത് മുസ്ലിങ്ങൾ സെക്കൻഡറി സിറ്റിസൺ ആയി. അല്ല, ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അത് ഇവരുടെ ഒരു ഉത്തരേന്ത്യയിലെ ഗ്രാൻഡ് നെറേറ്റീവാണ്. ഈ ഉത്തരേന്ത്യയിലെ ഗ്രാൻഡ് നെറേറ്റീവിന് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഇന്ത്യയിലുണ്ട്. അതിലൊന്നാണ് കേരളത്തിൻ്റെ അനുഭവങ്ങൾ. അപ്പോൾ കേരളത്തിൻ്റെ കാര്യം നിങ്ങൾ RSSൻ്റെ നേതാക്കന്മാർ ഇവർ അത് കേരളത്തിന് പ്രത്യേകം കാര്യം എന്നാണ് അവർ പറയുക. ഉത്തരേന്ത്യയിൽ നമ്മൾ ഈ പറയുന്ന വേറൊരു രീതിയാണ്. ഈ പറയുന്ന പല ക്ഷേത്രങ്ങളും എല്ലാ ക്ഷേത്രങ്ങളും പൊളിച്ചിട്ടില്ല, പല ക്ഷേത്രങ്ങളും പൊളിച്ചിട്ടുണ്ട്. അത് മുസ്ലിം രാജാക്കന്മാർ മാത്രമല്ല, ഹിന്ദു രാജാക്കന്മാരും പൊളിച്ചിട്ടുണ്ട്, ചോള രാജാവ് പൊളിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരാണ് ഒരു പ്രത്യേക നെറേറ്റീവായിട്ട് കൊണ്ടുവന്നിട്ട് മുസ്ലിങ്ങളെ മേലെ ഏൽപ്പിച്ചത്. മുസ്ലിംസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ്, ഈ 1880 ഒന്നാം സ്വാതന്ത്ര്യ സമയത്ത് ഇവർ ഒരുമിച്ച് നിന്ന സമയത്ത് ബ്രിട്ടീഷുകാർക്ക് ഭയങ്കര പ്രോബ്ലമായി. അതുകൊണ്ട് ഇവരെ അടുപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ഏറ്റവും കൂടുതൽ ഒരുമിച്ച് നിന്ന സ്ഥലമാണ് ഔദ്. ഈ ഔദാണ് അയോധ്യ, ഇതാണ് ഫൈസലാബാദ്. അവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും അതിനുശേഷം ഒരുമിച്ച് നിന്നു. അപ്പോഴാണ് മുമ്പ് അവിടെ ഒരു കഥ ഉണ്ടായിരുന്നു. അവിടെ ഈ പള്ളി ഉണ്ടാക്കിയത് ജന്മസ്ഥാൻ ക്ഷേത്രം തകർത്തുകൊണ്ടാണ്. ഈ കഥ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, അവരുടെ ചില ഉദ്യോഗസ്ഥന്മാർ ഫയലിൽ കൊണ്ടുവരികയും അത് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഫർദർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ വർഗീയ കലാപം ഉണ്ടാക്കി. ഒരിക്കലും ഈ പള്ളി തന്നെ തകർക്കപ്പെട്ടിട്ടുണ്ട് നല്ലൊരു ഭാഗം. അതുകൊണ്ടാണ് അന്ന് ആരാധന നടത്തിയെന്നുള്ള തെളിവ് മുസ്ലിംസ് കാണിക്കാൻ പറ്റാതിരുന്നത്. കാരണം ആ കലാപത്തിനിടയിലൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. ഈ വിധിയിൽ പറഞ്ഞൊരു കാര്യമാണല്ലോ, തുടർച്ചയായിട്ട് അവിടെ ആരാധന നടത്തി എന്നുള്ള തെളിവ് മുസ്ലിങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റിയില്ല എന്നുള്ള കോടതി പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധി വന്നത്. അതിന് കാരണം എന്താണ്, അവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് വലിയ കലാപം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ താഴിക കുടങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. അത് ബ്രിട്ടീഷുകാർ തന്നെയാണ് അത് നന്നാക്കാൻ വേണ്ടിയുള്ള ചിലവൊക്കെ ചെയ്തത്. അപ്പോൾ അന്ന് തൊട്ട് അന്ന് രേഖകളും പോയിട്ടുണ്ടാവും. ഈ മുസ്ലിം പള്ളികളും ക്രിസ്ത്യൻ പള്ളികളും രേഖകളുണ്ടാവും. ആ രേഖകൾ അന്ന് പോയിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിക്കൊണ്ട സംഭവമാണ്. ഇതെല്ലാവരും ചെയ്തൊരു കാര്യമാണ്. പക്ഷേ ഇന്ത്യയിലെ ഒരു കേരളത്തിലെ ഒരു ഡിഫറൻറ്റ് അനുഭവമാണ്. എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം RSS ആഭ്യന്തര ശത്രുക്കളെ പറ്റി മാത്രമല്ല RSS പറയുന്നത്. ഗുരുജി തന്നെ പറയുന്നുണ്ട് നമ്മുടെ മൃദു സാംസ്കാരിക ധാരയെ ഉൾക്കൊള്ളുക. കാരണം അവർ നമ്മളിൽപ്പെട്ട ആളുകളാണ്. ഇവിടെ ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ട്. അതിൽ അവരുടെ അള്ളാഹ് ദൈവം അല്ലെങ്കിൽ ജീസസ് അവിടെ നിന്നോട്ടെ. പക്ഷെ നമ്മുടെ സാംസ്കാരിക ധാരയെ പുച്ഛിക്കരുത്. ഇതാണ് വയബിളായിട്ടുള്ള സൊല്യൂഷൻ. അതിലപ്പുറത്തേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോയി കഴിഞ്ഞാൽ മുസ്ലിംസിന് അവസാനം ക്രിസ്ത്യൻസിനും തൊടുമല്ലോ. മലപ്പുറത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ വീണ്ടും അബ്ദുൽ സമദാനിക്ക് തന്നെ ആയിരിക്കുമോ സാധ്യത? അത് പറയാൻ പറ്റില്ല. നമ്മളെ മറ്റേ ET അവിടെ ശ്രമിക്കുന്നുണ്ടല്ലോ. ET കാര്യമായിട്ട് ശ്രമിച്ചാൽ ET തന്നെ വരും. സമദാനിക്ക് മാറ്റിക്കൊണ്ട് സമദാനി മറ്റടുത്ത് ജയിക്കുമെന്ന് എനിക്കല്ലോ ഉറപ്പൊന്നുമില്ല. കാരണം സമദാനി എന്താന്ന് മലപ്പുറത്ത് പിന്നെ കോണി കണ്ട ആളുകൾക്ക് മറിച്ച് വോട്ട് ചെയ്യാൻ തോന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങൾ മത്സരിച്ചാലും ജയിക്കും കോണി ചിഹ്നത്തിൽ. പക്ഷെ അതുപോലെ മറ്റടുത്ത് ജയിക്കില്ല. സമദാനി എന്തായെന്ന് കുറച്ച് പേർക്കെങ്കിലും നന്നായിട്ട് അറിയാലോ. അതിലെന്തോ ധ്വനിയുണ്ടല്ലോ. ഒന്നുമില്ല, അതൊരു ലവ് കീൻ ഓഫ് മലബാർ എന്ന പുസ്തകം ഉണ്ട്, അടുത്ത് വായിച്ചു നോക്കിയത്. അല്ല, ഇവിടെ ഇത്തവണ ഈ രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ലീഗിൻ്റെ ഭാഗത്ത്, അതുപോലെ തന്നെ ആ മുസ്ലിം പ്രമാണിമാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കാരണം കാര്യങ്ങൾ നടക്കണമല്ലോ. അല്ല, അതേ പോലെ CPM-ന്റെ കൂടെ അപ്പം അതൊരു പക്ഷേ CPM-ന് മുസ്ലിം ലീഗിനെ അങ്ങനെ സ്വീകരിക്കാൻ പറ്റുമെന്നുള്ളത് വേറെ. ഒരു യെസ് കിട്ടാൻ വേണ്ടി കാത്തുകയല്ലേ, അതിനുള്ള സിദ്ധാന്തം ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കല്ലേ. അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ കാരണം CPM-ന് അതിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി, എന്നാ ഒരു മതേതര ശക്തമായുണ്ട്. EMS ആയ സമയത്ത് ജോസഫ് ഇങ്ങോട്ട് വരാൻ സമയം EMS ഓടിച്ചിട്ടു പോയി പട്ടക്കര തള്ളി പറയണോ. വീണാജ്യോതി വന്നത് ചർച്ചിന്റെ കർത്താവിന്റെ പേരിലാണ്, ദൈവത്തിന്റെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതൊക്കെ പണ്ട് അതൊക്കെ മാറി. അല്ല, അങ്ങനെ അതിന് വളരെ ലളിതമായിട്ട് കാണരുത്. പിന്നെ കാരണം ഈ CPM അങ്ങനെ പറയുമ്പോൾ അതിനൊരു വേറെ ലക്ഷ്യമുണ്ട്. അതായത് മതപരമായ സാമുദായികപരമായിട്ടുള്ള ഈ രാഷ്ട്രീയ ധ്രുവീകരണത്തിൻ്റെ ഒരു തത്വശാസ്ത്രം പൊളിക്കുക എന്നൊരു നീക്കം പണ്ടായിരുന്നു. ഇപ്പം ഒന്നില്ലെന്ന്. അതൊക്കെ പണ്ട് സോവിയറ്റ് റഷ്യയുടെ നാളെ വിപ്ലവം നടക്കുന്ന എന്നെ പോലുള്ള മണ്ടന്മാരൊക്കെ തെറ്റിദ്ധരിച്ചു. പിണറായി വിജയൻ അന്ന് തെറ്റിദ്ധരിച്ചിരുന്നു, ഇവരൊക്കെ അന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. സോവിയറ്റ് റഷ്യ തകർന്നതോടുകൂടി പിന്നെ 10 വർഷം കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ വിവരം വെച്ച് പിണറായി വിജയൻ്റെ കണ്ടറിൽ നല്ല യാഥാർത്ഥ്യബോധമുണ്ട്.
അങ്ങനെ ഒരു പിന്നെ അതുകൊണ്ട് ഗോവിന്ദ മാഷ് പിണറായി വിജയനൊക്കെ തന്നെ ലീഗുമായിട്ടുള്ള മുമ്പത്തെ ബന്ധവും ആരും തൊട്ടുകൂടാത്തവരല്ല എന്നുള്ള ഫീലൊക്കെ ഓൾറെഡി അവർ കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനം ലീഗിനെ അതേപോലെ തന്നെ ഇങ്ങോട്ട് എടുക്കുക എന്നതിനേക്കാൾ കൂടുതൽ ഈ മുസ്ലിം സമുദായത്തിന് CPM അസ്പൃശ്യരല്ല എന്നുള്ളൊരു ചെയ്തിട്ടുണ്ട്. ലീഗ് എൻ ബ്ലോക്ക് ആയിട്ട് കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ CPM ഒന്ന് ഈ കച്ചറ പാർട്ടികളെ ഒന്നും ശല്യം CPIനെ ഒതുക്കാൻ പറ്റും. ഇപ്പം മാണി പോയാലും മാണീനെ ഒതുക്കാൻ പറ്റും. ഈ പറഞ്ഞവരെയൊക്കെ ഒതുക്കാൻ പറ്റും. ഏതായാലും പാലക്കാട് വരെയുള്ള സീറ്റുകൾ കൺസോൾട്ടേറ്റഡ് ആണ്. പക്ഷെ ഇതിന് പ്രശ്നമുണ്ട്. അത് CPMനെ സംബന്ധിച്ച മാത്രമായിരിക്കില്ല. ആനുപാതികമായിട്ട് കോൺഗ്രസ് ഇല്ലാതെ BJP വളരും. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. പക്ഷേ ലീഗ് ഇങ്ങോട്ട് വരാൻ തയ്യാറാകുന്ന സാഹചര്യത്തിൽ ലീഗിനെ പണ്ട് EMS ആണ് ഈ തത്വം പറഞ്ഞുകൊണ്ട് അവിടെ വരെ അടിച്ചോടിച്ച്. അതിന് EMSനോടുള്ള ദേഷ്യം പല CPM നേതാക്കന്മാർക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. നിങ്ങൾ രഹസ്യമായി ചോദിച്ചാൽ മതി, ഇപ്പോഴും അവർ പറഞ്ഞു തരും. അല്ലെങ്കിൽ പണ്ടേ ഇവിടെ ഒരുപാട് തുടർഭരണം വരേണ്ടതാണ്. ലീഗും അതുപോലെ ശല്യക്കാരുടെ പാർട്ടിയൊന്നുമല്ല. അവർക്ക് 3-4 വകുപ്പ് കൊടുക്കുക. അത് ഈ പറഞ്ഞ ആഭ്യന്തരം കൊടുക്കണം അവർക്കൊന്നും നിർബന്ധമില്ല. ഇങ്ങനെ വിദ്യാഭ്യാസം, ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണം, ഇങ്ങനെയുള്ള നഗര വികസനം, ഇങ്ങനെ കുറച്ച് വകുപ്പ് കൊടുത്താൽ മതി. അവർക്ക് ഈ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അത് അടിസ്ഥാന വികസനം വേണം. പിന്നെ അവരുടെ ബിസിനസ് ഫെസിലിറ്റേറ്റ് ചെയ്യണം. അത് മേടിച്ചുകൊണ്ട് അവർ സ്വസ്ഥമായിട്ട് ഇവരാരും ഉണ്ടാക്കുന്ന ഒരു ശല്യവും താത്വികമായ ഒരു ശല്യവും അവരുണ്ടാക്കില്ല. അവരും ഭരിച്ചോളും, CPMനും ഭരിക്കുക. യെസ്. അപ്പോൾ മുസ്ലിം ലീഗിന് കൂടുവിട്ട് കൂടുമാറാൻ, അതായത് UDFൽ നിന്നും LDFിലേക്ക് വരുവാനുള്ള എല്ലാ സാഹചര്യവും ഒത്തുവന്നിരിക്കുകയാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും സമീപഭാവിയിൽ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഫക്രുദ്ദീൻ അലി. മലപ്പുറം ജില്ലയിലെ സാധ്യതകളെക്കുറിച്ച്, മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴാണ് ഈ ഒരു അഭിപ്രായവും ഉയർന്നു വന്നിരിക്കുന്നത്. ഏതായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ വേളയിൽ ഈ നിമിഷം പറയുമ്പോഴും മലപ്പുറം ലീഗിൻ്റെ ഉറച്ച കോട്ട തന്നെയാണ്. ആ കോട്ട ഇടിച്ചു തകർക്കാൻ പോകുന്ന മറ്റു മുന്നണി സ്ഥാനാർത്ഥികൾ ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാത്തിരുന്ന് കാണാം മലപ്പുറത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം. ഇന്ന് ഈ വേദിയിൽ നമുക്കൊപ്പം ചേർന്നത് ഫക്രുദ്ദീൻ അലി, ഒപ്പം തന്നെ PH സനൽകുമാർ. ഇരുവർക്കും നന്ദി. അടുത്ത ദിവസം മറ്റൊരു മണ്ഡലവുമായി ഒത്തുചേരാം. നമസ്കാരം.